ഇന്ന് എനിക്കൊരു പരീക്ഷയുള്ള ദിവസമാണ്. അപ്പോൾ ഒരു പരീക്ഷണവും കൂടെ ആവാമെന്ന് കരുതി ആദ്യക്കുട്ടൻ എൻ്റെ ലൈഫിൽ വന്നതിന് ശേഷം ഞാൻ ആദ്യമായിട്ടാണ് ഒരു എക്സാമിന് പോകുന്നത്. എക്സാമിന് മാത്രമല്ല, ഇത്രയും മണിക്കൂർ ആദ്യക്കുട്ടനെ വിട്ട് ഞാൻ ദൂരെ എവിടെയും പോയി നിന്നിട്ടില്ല. മമ്മിയുടെ ആദ്യക്കുട്ടനെ ഏൽപ്പിച്ചിട്ട് കുറച്ച് നേരമൊക്കെ ഞാൻ മാറി നിന്നിട്ടുണ്ട്. പക്ഷേ ഇതാദ്യമായിട്ടാണ് ഇത്രയും മണിക്കൂർ ആദ്യക്കുട്ടനെ വിട്ട് ഇത്രയും ദൂരെ പോയി നിൽക്കുന്നത്. അങ്ങനെ ആദ്യക്കുട്ടനെ മമ്മിയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഞങ്ങളിതേ നേരെ പരീക്ഷയ്ക്ക് പോയിട്ടോ. കൊല്ലം SM കോളേജാണ് കേട്ടോ എൻ്റെ എക്സാം സെൻറ്റർ. ഉച്ചയ്ക്ക് 1:30-ക്കാണ് എക്സാം, 4:30 എക്സാം തീരും. ഞാനൊരു 12:30 കഴിഞ്ഞപ്പോഴാണ് മമ്മിയുടെ അടുത്ത് ആദ്യക്കുട്ടനെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ വന്നത്. കുറച്ച് നേരത്തെ മനഃപൂർവ്വം വന്നാണ് ഹോളൊക്കെ കണ്ടുപിടിച്ച് ഒന്ന് റിലാക്സ് ആയിട്ട് എക്സാം എഴുതാമെന്ന് കരുതി. അവിടെ ചെന്ന പാടെ എൻ്റെ താക്കോലെടുത്ത് ഏൽപ്പിച്ചിട്ട് തിരിച്ച് വണ്ടിയിൽ വന്നോണം, എനിക്ക് ജോലിക്ക് പോകണമെന്ന് പറഞ്ഞ് സോപ്യം പോയായിരുന്നു കേട്ടോ. അങ്ങനെ എക്സാം ഹോളൊക്കെ കണ്ടുപിടിച്ചു. ഈ കാണുന്നതാണ് എൻ്റെ എക്സാം ഹോള്. ഞാൻ ചെന്നപ്പോൾ 1-2 പിള്ളേരെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവിടെ ചെന്നപ്പോൾ ഓരോരുത്തരായിട്ട് വരുന്നുണ്ടായിരുന്നു. ഞാൻ നേരത്തെ ഇല്ലേ ചെന്നത്. പിന്നെ കുറേ നേരം ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നു കേട്ടോ. എനിക്ക് അറിയാവുന്ന ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ സാറ് വന്നു കഴിഞ്ഞാൽ അപ്പോഴേ നമ്മൾ മൊബൈലും ബാഗും ഒക്കെ എടുത്ത് പുറത്ത് വെക്കണം. അങ്ങനെ ഞാൻ എക്സാം എഴുതാൻ പോയി. അങ്ങനത്തെ എക്സാം ഒക്കെ കഴിഞ്ഞാൽ പുറത്തിറങ്ങി കേട്ടോ. എക്സാം തീരാൻ ഇനിയുണ്ട് ഒരു 10-15 മിനിറ്റ്. ഞാൻ എഴുതി കഴിഞ്ഞോട്ടെങ്കിൽ നേരത്തെ ഇറങ്ങുമായിരുന്നു കേട്ടോ. എക്സാം ഹോളിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ ആദ്യം നോക്കിയത് മൊബൈൽ ഫോൺ ആയിരുന്നു കേട്ടോ. മമ്മിയുടെ കോൾ വല്ലതും വന്നിട്ടുണ്ടോ എന്ന് അറിയാനായിരുന്നു. പക്ഷേ കോളൊന്നും വന്നിട്ടില്ലായിരുന്നു. അങ്ങനെ ഞാൻ തിരിച്ച് വിളിച്ചു. ഞാനൊരു 2-3 തവണ വിളിച്ചിട്ടും കോൾ എടുക്കുന്നില്ലായിരുന്നു കേട്ടോ മമ്മി. അങ്ങനെ എനിക്ക് ഫുൾ കൺഫ്യൂഷനായി. പിന്നെ ഞാൻ നോക്കുമ്പോഴത്തേക്ക് നല്ല മഴ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എങ്ങനെയെങ്കിലും പെട്ടെന്ന് എനിക്ക് വീട്ടിലെത്തിയാൽ മതി എന്നായി. കാര്യം ഇടയ്ക്ക് മഴ എങ്ങനെ പെയ്ത് കഴിഞ്ഞാൽ കയറി നിൽക്കണം, പിന്നെയും ടൈം ഡിലേ ആവും. അങ്ങനെ നേരെ അങ്ങ് വെച്ച് പിടിക്കുകയായിരുന്നു കേട്ടോ. മഴയ്ക്ക് മുമ്പ് വീടെത്തണം. ഞാൻ നേരെ വീട്ടിൽ ചെല്ലുമ്പോൾ കാണുന്ന ആദ്യക്കുട്ടൻ്റെ മമ്മിയും കൂടെ സിറ്റ് ഔട്ടിലിരുന്ന് ഭയങ്കര കളിയാണ് കേട്ടോ. എന്നെ കാണുമ്പോൾ ആദ്യക്കുട്ടന് ഭയങ്കര സന്തോഷമായി. അങ്ങനെ എൻ്റെ പരീക്ഷണം വിജയിച്ചു ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.